നമസ്കാരം. ഒരു ദുഃഖകരമായ വാർത്ത ഇന്നലെ കേരളത്തിലെ ജനങ്ങളെ തേടിയെത്തി. രണ്ട് ജീവനുകൾ രക്ഷിച്ച ഒരു ധീരൻ ജീവൻ നഷ്ടമായിരിക്കുന്നു. അത് സ്ഥിരീകരിച്ച ദിവസമായിരുന്നു ഇന്നലെ. ഓഗസ്റ്റ് 1 തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് കണ്ണൂർ ചെറുപുഴ മീൻതുള്ളിത്തുരുത്തിലാണ്. ഒരു രക്ഷാപ്രവർത്തനം, പ്രളയ സാഹചര്യം നേരിടുന്ന രക്ഷാതുരത്തിൽ മീൻതുള്ളിത്തുരുത്തിൽ ചെറുപുഴയിലെ മീൻതുള്ളിത്തുരുത്തിൽ ചിലർ ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ ഒറ്റപ്പെട്ട 61-കാരനായ ബെന്നി എന്ന വയോധികനെ രക്ഷിച്ച രാജേഷ് എന്ന യുവാവ് 36 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിരുവനന്തപുരം നേമം സ്വദേശിയാണ്. അദ്ദേഹം ഒഴുക്കിൽപ്പെട്ടത് അദ്ദേഹം വെറുതെ ഒഴുക്കിൽപ്പെടുകയായിരുന്നില്ല. ആകെ അവശനായിരുന്ന ബെന്നി എന്ന വയോധികന് സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി നൽകി കയറിൽ പിടിച്ച് തിരികെ വരുന്ന വഴി ശക്തമായ ഒഴുക്കിൽപ്പെട്ട് കയറിൽ നിന്ന് പിടിവിട്ട് അദ്ദേഹത്തെ കാണാതാവുകയായിരുന്നു. മൃതശരീരം ഇന്നലെ ലഭിക്കുകയും ഔദ്യോഗികമായിട്ടുള്ള എല്ലാ ബഹുമതികളും നൽകി തന്നെ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടത്തുകയും ചെയ്തു. ഈ പ്രളയത്തിൻ്റെ കാലത്ത് ഇത്തരത്തിലുള്ള ധീരന്മാർ, കാരണം രാജേഷ് എന്ന് പറയുന്നത്, അദ്ദേഹത്തെക്കുറിച്ച് അറിയുവാൻ സാധിക്കുന്നത്, എപ്പോഴും സാഹസികത ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു. കാരണം അഡ്വഞ്ചർ സ്പോർട്സിലും ഒക്കെ താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. കൃത്യമായിട്ട് തന്നെ ചട്ടപ്പടി തന്നെ ഇതെല്ലാം പഠിച്ച് ചെയ്ത് അഡ്വഞ്ചർ ക്ലബിലും റോപ്പ് ക്ലൈമ്പിങ്ങും ഒക്കെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം സജീവമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വഞ്ചർ ഡിസാസ്റ്റർ സൊസൈറ്റിയിൽ അംഗമാണ്. 1 മാസം മുമ്പാണ് കണ്ണൂരിൽ പരിശീലകനായിട്ടെത്തിയത്. കാരണം ഇത്തരത്തിലുള്ള സാഹസികമായിട്ടുള്ള രീതിയിലൂടെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ പരിശീലകനായിട്ടെത്തിയത്. ത്രോബോളിലെ ദേശീയ ടീം അംഗമാണ്. കഴിഞ്ഞ പ്രളയകാലത്തും വയനാട്ടിൽ ദുരിതാശ്വാസത്തിൽ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് പങ്കെടുത്തിരുന്നു. NCC കേഡറ്റുകളുടെ ട്രക്കിംഗ് പരിശീലകനായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഇത്തരത്തിൽ സാഹസികത ഇഷ്ടമുള്ള ഒരാൾ, ആ സാഹസികതയോട് തനിക്കുള്ള ഇഷ്ടം മറ്റുള്ളവരെ ദുരിതത്തിൽ നിന്ന് കരകയറ്റുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു വ്യക്തി. ആ വ്യക്തിയെ ധീരനെന്ന് തന്നെ പറയണം. അദ്ദേഹത്തിൻ്റെ ഈ മരണത്തെ വീരമൃത്യു എന്ന് തന്നെ പറയണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം നാം ഒന്ന് പരിശോധിക്കുമ്പോൾ, അദ്ദേഹം രാജശേഖരൻ ഗീത ദമ്പതികളുടെ മകനാണ്. ഭാര്യ ഷാഫിയ, മക്കൾ ആർഷൻ, അഭിഷേക്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ രഞ്ജിത്ത് കഴിഞ്ഞ വർഷം 2 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരൻ രഞ്ജിത്ത് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചിരുന്നു. ആ കുടുംബത്തിൻ്റെ വിധി ഒന്ന് ആലോചിച്ച് നോക്കൂ. സാഹസികത ഇഷ്ടപ്പെടുന്ന ഒരു മകൻ, ആ സാഹസികത മറ്റുള്ളവരെ ദുരിതക്കയങ്ങളിൽ നിന്ന് കരകയറ്റുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നൊരു മകൻ, ആ മകനെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ, രാജേഷിൻ്റെ പത്നി ഷാഫിയയുടെ, മക്കളുടെ ഒക്കെ ഒരു മാനസികാവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. 36 വയസ്സ് മാത്രമുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു. ഇത്തരത്തിൽ അദ്ദേഹം 2 പേരുടെ ജീവൻ രക്ഷിച്ചിട്ടാണ് തൻ്റെ ജീവൻ ബലി നൽകിയത്. ഇതിനെ വീരമൃത്യു എന്ന് തന്നെ പറയണമെന്നാണ് വീണ്ടും ആവർത്തിച്ച് പറയുന്നു. കാരണം പല കാലങ്ങളിലും പലപ്പോഴും സത്യമായതുമല്ലാത്തതുമായിട്ടുള്ള ഇത്തരത്തിലുള്ള വീരകഥകൾ നാം കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പശ്ചാത്തലങ്ങളിലേക്കോ ഒന്നും നാം പോകേണ്ടതില്ല. കാരണം പ്രത്യേകിച്ച് ഈ വിഷയം, ഈ വീഡിയോയിൽ രാജേഷ് മാത്രമാണ് വിഷയം. അദ്ദേഹത്തിനുള്ള ആദരാഞ്ജലി, അദ്ദേഹത്തിനോടുള്ളൊരു ബഹുമാനം മാത്രമാണ് ഈ വീഡിയോയിൽ വിഷയം. അതുകൊണ്ട് മാത്രം അതിൻ്റെ പശ്ചാത്തലത്തിലേക്കൊന്നും പോകുന്നില്ല. അത്തരത്തിലുള്ള പല പുകഴ്ത്തലുകൾക്കും, വ്യാജമായ പുകഴ്ത്തലുകൾക്കും ഇടയിൽ ഇത്തരത്തിൽ യഥാർത്ഥ വീരന്മാരെ നാം പലപ്പോഴും വിസ്മരിച്ചു പോകാറുണ്ട്. എന്നിരുന്നാലും കേരള സർക്കാരിനോട് സത്യസന്ധമായി നന്ദി പ്രകടിപ്പിക്കുകയാണ്. കാരണം ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെ ഈ ധീരൻ്റെ മൃതശരീരം സംസ്കരിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി നൽകിയതിനും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായി അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലെത്തിച്ചേർന്നതിനും കേരള സർക്കാരിനോടൊരു നന്ദി പറയുകയാണ്, ഒരു കേരളീയൻ എന്നുള്ള നിലയിൽ. കാരണം വളരെ നല്ല കാര്യമാണ് കേരള സർക്കാർ ചെയ്തത്. എപ്പോഴും VD സതീശൻ്റെ മന്ത്രിസഭയും കേരള സർക്കാരിനെയും വിമർശിക്കുന്നു എന്നുള്ളൊരു ചീത്തപ്പേര് നമുക്കുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ അഭിനന്ദനം അറിയിക്കേണ്ടതും നമ്മുടെ തന്നെ കടമയാണ്. അത് VD സതീശനോടുള്ള പ്രതിപത്തിയോ കോൺഗ്രസിനോടുള്ള പ്രതിപത്തിയോ UDFനോടുള്ള പ്രതിപത്തിയോ അല്ല, രാജേഷ് എന്ന ധീരനോടുള്ള പ്രതിപത്തിയാണ്, നമ്മുടെ കടമയാണ്. കാരണം കേരളത്തിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെയാണ് കേരളത്തിൻ്റെ യഥാർത്ഥ രക്ഷാപ്രവർത്തനം. ഇതിനെയൊക്കെയാണ്
നാഴികയ്ക്ക് 40 വട്ടം മലയാളി ഡാ മലയാളി ഡാ എന്ന് പറഞ്ഞ് നാം ഉയർത്തിക്കാട്ടേണ്ടത്. ഇതാണ് നമ്മുടെ സംസ്കാരം. ഇങ്ങനെയാണ് മലയാളി. ധീരന്മാരിൽ ധീരനാണ് മലയാളി. തനിക്കിഷ്ടമുള്ളൊരു ജീവിതവൃത്തി അല്ലെങ്കിൽ തനിക്കിഷ്ടമുള്ളൊരു വിനോദം തന്നെ ജീവിതവൃത്തിയായി അത് മറ്റുള്ളവരുടെ ഉപകാരത്തിന് വേണ്ടി ആക്കി മാറ്റി പരിശീലകനായി, ദുരിതങ്ങളിൽ പെടുന്നവരെ രക്ഷിക്കുന്ന സംഘങ്ങൾക്കുള്ള പരിശീലകനായി, ഒപ്പം തനിക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അതോടൊപ്പം തന്നെ തനിക്കിഷ്ടമുള്ള കാര്യത്തിലൂടെ നാട്ടുകാർക്ക് പ്രയോജനമുള്ള രീതിയിൽ ജീവിച്ച് മരിച്ചൊരു വ്യക്തി തന്നെയാണ് രാജേഷ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത്തരത്തിലൊരു വ്യക്തിയെ ആദരിക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളം ഒന്നിച്ചു തന്നെ നിൽക്കണം. ഈ പ്രളയത്തിൻ്റെ കാലത്തല്ലെങ്കിലും ഒന്നിച്ചു നിൽക്കേണ്ടത് ആവശ്യമാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പല ദേശീയതയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് മറ്റ് ദേശവിരുദ്ധരോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, രാജേഷിൻ്റെ രാഷ്ട്രീയം ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല, രാജേഷിൻ്റെ കുടുംബ പശ്ചാത്തലം ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെയും പത്നിയുടെയും മക്കളുടെയും പേരുകൾ മാത്രം അറിഞ്ഞു. അവരുടെ പശ്ചാത്തലങ്ങൾ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായി ലഭിക്കുന്ന വിവരങ്ങൾക്കപ്പുറം മറ്റൊരന്വേഷണവും നടത്തണ്ട എന്ന് തന്നെയായിരുന്നു തത്വമയി ന്യൂസിൻ്റെ തീരുമാനം. കാരണം രാജേഷിനെ പോലൊരു ധീരൻ അർഹിക്കുന്നത് അത്തരത്തിലൊരു അന്വേഷണമല്ല, ഒരു സ്മരണാഞ്ജലിയാണ്. സ്മരണാഞ്ജലി എന്നുള്ളത് ഖേദപൂർവം പറയട്ടെ, വയനാട്ടിൽ കഴിഞ്ഞ പ്രളയത്തിനും രക്ഷാപ്രവർത്തനത്തിൽ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന രാജേഷിനെ പല രക്ഷാപ്രവർത്തകരിൽ ഒരാൾ മാത്രമായിട്ടേ ഞങ്ങളും കണ്ടിരുന്നുള്ളൂ. എല്ലാ മാധ്യമപ്രവർത്തകരും അപ്പോഴങ്ങനെ കണ്ടിരുന്നുള്ളൂ. കാരണം ശരിയാണ്, വളരെ ആത്മാർത്ഥമായി സക്രിയമായി സജീവമായി തന്നെ അദ്ദേഹം രക്ഷാപ്രവർത്തന രംഗത്തുണ്ടായിരുന്നു. പക്ഷെ പലരും ഉണ്ടായിരുന്നു ആ രംഗത്ത്. നമ്മുടെ സേവാഭാരതി ഉൾപ്പെടെയുള്ള സംഘടനകളുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഇതാണ് രാജേഷിൻ്റെ പശ്ചാത്തലം എന്നുള്ളത് അന്നേ അന്വേഷിച്ച് വെക്കണമായിരുന്നു എന്ന് ഇപ്പോൾ ഒരു തോന്നൽ. കാരണം ഇത്തരത്തിൽ ഒരു സമാനതകളില്ലാത്തൊരു ധീരകൃത്യം കാണുമ്പോൾ ഇത്തരത്തിലുള്ള പല ചിന്തകളും നമ്മുടെ മനസ്സിൽ പോവുക സ്വാഭാവികം മാത്രമാണ്. പക്ഷേ ആ കുടുംബത്തോട് ഒരു അനുഭാവവും സഹതാപവും പ്രകടിപ്പിക്കുന്നതിനപ്പുറം ഇനി ആ കുടുംബത്തെ ചേർത്ത് പിടിക്കേണ്ടതും കേരളം തന്നെയാണ്. ഇപ്പോൾ എന്തായാലും ശുഭകരമായൊരു വാർത്ത വരുന്നത് അദ്ദേഹത്തിൻ്റെ വീട് പണി ഇതുവരെ പൂർത്തിയായിട്ടില്ലായിരുന്നു. ആ വീട് പണിയുടെ വീടിൻ്റെ പൂർത്തീകരണം കേരള സർക്കാർ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണത്. അവിടെയും വി.ഡി. സതീശൻ്റെ സർക്കാർ അഭിനന്ദനം അർഹിക്കുന്നു. അഭിനന്ദനം അറിയിച്ചേ മതിയാവുകയുള്ളൂ. ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അഭിനന്ദനം അറിയിക്കുക തന്നെ വേണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് വി.ഡി. സതീശനോടുള്ള അഭിനന്ദനമല്ല, രാജേഷിനെ പോലുള്ളൊരു ധീരനായ മലയാളിയോടുള്ള നമ്മുടെ കടമയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊരു വീട് ലഭിക്കുക എന്നുള്ളത് മലയാളികൾക്ക് സന്തോഷമുള്ളൊരു കാര്യമാകണം. വീണ്ടും ആവർത്തിച്ച് പറയുന്നു, രാജേഷിനെ പോലെ ധീരനാണ്, വീരമൃത്യു വരിച്ച ഈ ധീരനാണ് മലയാളി ഡാ എന്ന ഉദാഹരണമായി നാം ലോകത്തിൻ്റെ മുൻപിലും ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ മുൻപിലും ഉയർത്തിക്കാട്ടേണ്ടത്. രാജേഷിന് ആദരാഞ്ജലികൾ. രാജേഷിൻ്റെ കുടുംബത്തോടൊപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഒപ്പം മലയാളികൾക്ക് രാജേഷ് എന്നും ഒരു പ്രചോദനമായി നിലകൊള്ളുവാനുള്ള മാർഗങ്ങൾ നാമും സർക്കാരും സ്വീകരിക്കണമെന്നുള്ളൊരു അഭ്യർത്ഥനയും ഈ അവസരത്തിൽ മുന്നോട്ട് വയ്ക്കുന്നു. കാരണം ഇടയ്ക്കിടെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, രാജേഷിനെ പോലുള്ള ധീരന്മാർ ജീവിച്ചിരുന്ന നാടാണിത്. നമ്മൾ പലപ്പോഴും അതിർത്തിയിലെ സൈനികരുടെ ധീരകൃത്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ അപ്പോഴും നമ്മുടെ സൈന്യത്തിൽ ചേരണമെന്നുള്ള ആഗ്രഹവുമായി വളർന്നു വരുന്ന മക്കൾക്കപ്പുറം സൈന്യത്തെക്കുറിച്ച് ഒരു ദൂരക്കാഴ്ചക്കാരനായി മാത്രം പരിചയമുള്ള മലയാളികളായി നാം പലപ്പോഴും തുടർന്നു പോകാറുണ്ട്. അതുകൊണ്ട് അവരുടെ ഒരു വീരകൃത്യത്തിൻ്റെ ഒരു നേരനുഭവം, നേർസാക്ഷ്യം നമുക്ക് പലപ്പോഴും ലഭ്യമാകാറില്ല. പക്ഷേ രാജേഷിനെ പോലുള്ള ധീരന്മാരാണ് യൂണിഫോം ഇടാതെയും രാജ്യത്തെയും ജനങ്ങളെയും സേവിക്കാമെന്ന് നമ്മോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു പ്രചോദനമായി തന്നെ രാജേഷിനെ കാണണം. ഒപ്പം നിങ്ങളുടെ അനുകമ്പയും സഹതാപവും, അനുകമ്പയ്ക്കപ്പുറം നിങ്ങളുടെ ആദരാഞ്ജലികൾ അദ്ദേഹത്തിന് അർപ്പിക്കുക. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുക.
നിങ്ങളുടേതായിട്ടുള്ള ആദരാഞ്ജലികൾ കമൻറ്റുകളിലൂടെ. ഈ വിഷയത്തിലുള്ള മറ്റഭിപ്രായങ്ങൾക്കൊന്നും ഈ വിഷയത്തിൽ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ ആദരാഞ്ജലികളും പ്രാർത്ഥനകൾ, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അവയെല്ലാം കമൻറ്റുകളിലൂടെ അവരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുക. ഈ നമ്മുടെ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുവാൻ ശ്രമിച്ചാൽ നല്ലത്. ഈ വീഡിയോയിൽ അത്ര മാത്രമേ പറയുന്നുള്ളൂ. കാരണം രാജേഷിനെ പോലൊരു ധീരനെ കുറിച്ച് പറയുമ്പോൾ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതൊരു വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല, ഒരു കടമ കൂടിയാണത്. ആ കടമയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. രാജേഷിന് വീണ്ടും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഒപ്പം പ്രേക്ഷകരുടെ ദുഃഖം അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ആ കുടുംബത്തെ അറിയിക്കുവാനും തത്വമയി ന്യൂസ് ശ്രമിക്കുന്നതാണ്. തീർച്ചയായിട്ടും രാജേഷ് ഒരു പ്രചോദനം തന്നെയാണ്. വീരമൃത്യുവാണിത്, ഒരു മരണമല്ല, സാധാരണ മരണമല്ല. അപ്പോൾ ഈ വിഷയത്തിൽ തൽക്കാലം ഇത്രമാത്രം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.